ഹലോ ഗൈസ്, ഞാൻ ഉണ്ണിക്കുട്ടനും കൂടെ രാവിലെ നടക്കാനിറങ്ങി പാടത്തിലേക്ക് പോകുന്ന വഴിക്ക് ചില കാഴ്ചകളുണ്ടോ എന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ആ കാഴ്ച. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മേലെ ഒരു മയിൽ ഇരിക്കുന്നുണ്ടല്ലേ. അതുമാത്രമല്ല, ഈ തൊട്ട് പാടത്ത് ഇവിടെ രണ്ടാൾ മേഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട്. കണ്ടില്ലേ, അവർ നമ്മളെ കണ്ടപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാട്ടിൽ മയിൽ സാധാരണമായിട്ടുണ്ട്. നേരത്തെയൊക്കെ കോഴികൾ മേയുന്ന പോലെയാണ് ഇപ്പോൾ പാടത്ത് മയിലുകൾ മേയുന്നത്. അത് അവിടെ ഒരു 3 എണ്ണം ഉണ്ട്. അതാ ആ പാടത്ത് കണ്ടില്ലേ, അവിടെ ഒരു 3 മയിലുണ്ട്. മയിലുകൾ ധാരാളം. ഇതാ ഇവിടെ വീടിന് മേലെ കണ്ടില്ലേ, ആ വീടിന് മേലൊരു മയിലുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അപ്പോൾ രാവിലെ നടക്കാൻ വന്നാൽ ധാരാളം മയിലിനെ കാണാൻ പറ്റും ഗൈസ്. ഇന്ന് എണീക്കാൻ കുറച്ച് വൈകി. ഇന്നലെ കുറച്ച് നേരത്തെ എണീറ്റ് ഞങ്ങൾ നടന്നു. ഇന്നിത്തിരി വൈകിപ്പോയി. അപ്പോൾ അതൊക്കെയാണ് വിശേഷം ഗൈസ്. നടത്തത്തിനിടയിൽ വേറൊരു മയിൽ, ഒരു ആൺമയിൽ ഓടുന്നുണ്ടോ? നമ്മളെ കണ്ടിട്ടായിരിക്കാം ഓടുന്നത്. അതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് പാടത്തൊക്കെ ധാരാളം മയിലുകളുണ്ട് കേട്ടോ. ഇതാ ആ കാണുന്നതൊക്കെ മയിൽ മേയുന്നതാണ്. എത്ര മയിലാണ്! ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തെ നെൽമണികളൊക്കെ ഉണ്ടാവും. അത് കൊത്തി തിന്നാനൊക്കെ ആയിട്ടാണ് മയിൽ ധാരാളമായിട്ട് വരുന്നത്. അപ്പോൾ ആ മയിൽ അവിടെ നിന്ന് ഓടി മറിഞ്ഞു കേട്ടോ. സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. ആ കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടല്ലേ ഗൈസ്, ആ കാണുന്നത് കല്ലടിക്കോടം മലനിരകളാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഇത് വന്നിട്ട് ഈ കാണുന്നതൊക്കെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കല്ലടിക്കോടം മലനിരകൾ കഴിഞ്ഞ് ഇതിങ്ങനെ എത്തുമ്പോൾ ധോണി മലനിരകൾ കാണുന്ന ആ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നതിൻ്റെ അടുത്ത വശത്ത് കാണുന്ന ധോണി മലനിരകളാണ്. സൂര്യൻ ഉദിച്ചു വരികയാണ് ഗൈസ്. എന്ത് രസമാണല്ലേ കാണാൻ. രാവിലെ ഇങ്ങനെ നടക്കാനിറങ്ങുമ്പോൾ ചില മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ മേഘങ്ങൾക്കിടയിലൂടെ ഉദിച്ചു വരുന്ന കാഴ്ചയാണ്. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് മുഴുവൻ പാടങ്ങളാട്ടോ. പാടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതാ വരമ്പിൽ നിറയെ തുമ്പ പൂത്ത് നിൽക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയില്ല ഗൈസ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല ചൂടാവും. അപ്പോൾ നമുക്ക് പതുക്കെ മടങ്ങാം. പിന്നെ നമുക്ക് പോകേണ്ടത് ഇതാ ഈ വഴി അങ്ങോട്ട് കയറണം. ഒരു കുന്നാണ്, ചെറിയൊരു കുന്ന്. അതങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് നേരെ മേലോട്ട് പോയാൽ നമ്മുടെ വീടെത്തും. എന്നാൽ പിന്നെ ഞങ്ങൾ നടക്കട്ടെ ഗൈസ്. ഇനി ഈ വഴി പോയിട്ട് വേണം ഗൈസ് ഇവിടെ എത്താൻ. ഇത് ഒരു കനാലാണ്. കനാലൊക്കെ മണ്ണടിഞ്ഞ് കിടക്കുകയാണ്. ഇവിടുന്ന് നേരെ ഈ കുന്ന് കയറിയാൽ വീടെത്തുള്ളൂ. ഒരു ചെറിയ കയറ്റമാണ്, കോൺക്രീറ്റ് റോഡാണ്. ചെറിയൊരു കയറ്റമാണ്. ഞങ്ങൾ അത് കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കയറുന്നതിനിടയിലാണ് ഒരു വീട്ടിൽ മുരിങ്ങക്കായ കണ്ട. ഒരു വീട്ടിലെ മുരിങ്ങ മരത്തിൽ ധാരാളം മുരിങ്ങക്കായ പൂത്ത് നിൽക്കുന്നത്.
ഇനി ഇവിടുന്ന് ആ കുന്നൊന്ന് കയറിയാൽ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയായി. ഞങ്ങൾ ആ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം ആ കുന്നൊന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ആ താഴെ കാണുന്ന പാടത്തു നിന്നാണ് കയറി വരുന്നത്. ഏകദേശം കുതിൻ്റെ മുകളിലെത്താറായി. ഇതാ ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഇവിടെയൊക്കെ നേരത്തെ നല്ല പറമ്പായിരുന്നു. ഇപ്പം അതൊക്കെ നികത്തിയിട്ട് വീട് വയ്ക്കാൻ സ്ഥലമായിട്ടുണ്ട്. അപ്പം നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. ആ കാണുന്നത് ധോണിമലയാണ്. ധോണിമലയിലെ ലോറി മലയാണ് ആ കാണുന്നത്. അത് പക്ഷേ ഇപ്പോൾ മഞ്ഞ് മൂടിയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, അല്ലെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. ലോറി മലയുടെ ലോറിയാണ് കാണുന്നത്. ലോറിയല്ല, കാളവണ്ടി കല്ലായി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളതിനെ ലോറിമല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം കുന്നിൻ്റെ മുകളിലെത്തി ഗൈസ്. ഇതാ ഇവിടെ ഈ ഒരു വീട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന വഴി ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഉണ്ണിക്കുട്ടനും ഞാനൊക്കെ പട്ടം പറത്താൻ പോകുന്ന പാടമില്ലേ, അതെത്താം. അനിയൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇതുവഴി പോകാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്താറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ. എന്നാൽ ബൈ.